കിരൺ, കോൺഗ്രസിന് ഇപ്പോഴുള്ള പ്രതിസന്ധി എന്താണ്? ഒരു പ്രാഥമിക പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ പല വകുപ്പുകളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഒന്നിലധികം പേരുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ടി വരുന്ന പേരുകൾ ഏതൊക്കെയാണ്? പ്രഖ്യാപനം എപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം? രേണുക, ആദ്യം മന്ത്രിമാർ ആരൊക്കെ എന്നതിലാണ് അന്തിമ തീരുമാനം ഉണ്ടാവേണ്ടത്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ചില പ്രാഥമിക ധാരണ ഉണ്ടായിട്ടുണ്ടെന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. മന്ത്രിമാരുടെ എണ്ണത്തിൽ ഇപ്പോഴും തടസ്സമായി നിൽക്കുന്നത് ചില പേരുകൾ അപ്പോഴും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആര് മന്ത്രിയാവണം, അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ആരൊക്കെയാണ് മന്ത്രിയാവുന്നത്, ഈ ചില മാനദണ്ഡങ്ങളൊക്കെ സ്വാഭാവികമായും കോൺഗ്രസിന് പാലിക്കേണ്ടി വരും. സാമുദായിക സമവാക്യം എന്ന് പറയുമ്പോൾ ഒരു മിനിമം എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം നൽകേണ്ടി വരും. ഇപ്പോൾ പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് ഒന്ന്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് 2 പേരെയും വനിതകൾ 2 പേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു പൊതു നിർദ്ദേശം. അതോടൊപ്പം തന്നെ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക്, ഭാവിയിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടവർക്ക് പ്രാമുഖ്യം നൽകണം. ഇങ്ങനെ ഒരു 3 നിർദ്ദേശമാണ് പ്രധാനമായും ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. ഇതിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് 2 പേരെ ഉൾപ്പെടുത്തണമെങ്കിൽ ഒന്ന് സ്വാഭാവികമായും AP അനിൽകുമാർ ആയിരിക്കും. ഈ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഏറ്റവും തലമുതിർന്ന നേതാവ് AP അനിൽകുമാറാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും അടുപ്പക്കാരനുമായ എല്ലാ നേതാവാണ്, മുൻ മന്ത്രിയുമെല്ലാമാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം എന്തായാലും ഉറപ്പാണ്. അതും പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് മന്ത്രിസ്ഥാനം നൽകാതിരിക്കാനാവില്ല. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു തരത്തിലും ഒഴിവാക്കാൻ കഴിയത്തില്ല. അപ്പോൾ രണ്ടാമത് ആര് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. രണ്ടാമത് IC ബാലകൃഷ്ണൻ്റെ പേര് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നു. രമേശ് ചെന്നിത്തല വളരെ തന്ത്രപൂർവ്വം തന്നെ മുന്നോട്ട് വെച്ച പേരാണ് IC ബാലകൃഷ്ണൻ്റെ പേര്. IC ബാലകൃഷ്ണൻ ST വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ്. 4ാം തവണയാണ് MLA ആവുന്നത്. 4 തവണ തുടർച്ചയായി ഒരു സ്ഥലത്ത് നിന്ന് ജയിച്ച് MLA ആവുന്ന ST വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ആ പേര് ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഖർഗെയോ വിട്ടില്ല. ആ പേര് ഉൾപ്പെടുത്തണമെന്ന് അവർ നിർദ്ദേശിക്കും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് നിർദ്ദേശിച്ചത്. അവിടെ കോൺഗ്രസിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട തർക്കം, വയനാട് നിന്ന് IC ബാലകൃഷ്ണൻ്റെ പേര് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വയനാട് 3 നിയമസഭാ സീറ്റുകൾ മാത്രമുള്ള വയനാട് നിന്ന് രണ്ടാമതൊരു മന്ത്രിയെ കൂടി നൽകാനാവില്ല. സിദ്ദിഖിനെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ സിദ്ദിഖും പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ മണ്ഡലം പ്രിയങ്കാന്തിയുടെ മണ്ഡലം എന്ന നിലയ്ക്ക് അവിടെ വയനാട് നിന്ന് ഒരു മന്ത്രി വേണം. അത് IC ബാലകൃഷ്ണനായി കഴിഞ്ഞാൽ സിദ്ദിഖിൻ്റെ പേരിന് സ്വാഭാവികമായും പരിഗണന കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള 2 പേരുകൾ, ഒന്ന് ഷാനിമോൾ ഉസ്മാനും 2 അൻവർ സാദത്തുമാണ്. ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിൽ ഇപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയും ലിജുവും മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ്റെ ഭാഗത്ത് നിന്ന് എത്താനുള്ള സാധ്യത ആ തരത്തിൽ കുറവാണ്. എന്നാൽ മറ്റൊരു ഷാനിമോൾ ഉസ്മാൻ പ്ലസ് പോയിന്റ് ഉള്ളത് വനിത എന്ന നിലയ്ക്കുള്ള ഒരു പ്ലസ്സാണ്. 2 വനിതകൾ വേണം. ബിന്ദു കൃഷ്ണ ഓൾറെഡി മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത വനിത ആര്, അത് തനിക്ക് വേണം എന്നുള്ള ആവശ്യമാണ് ഷാനിമോൾ ഉസ്മാൻ ഉന്നയിക്കുന്നത്. ഒരു ജില്ലയ്ക്ക് അധികമായി ഒരു ഇളവ് നൽകിക്കൊണ്ട് മന്ത്രിസ്ഥാനം വേണമെന്ന് ഷാനിമോൾ ഉസ്മാൻ VD സതീശനൊപ്പം നിൽക്കുന്ന ആളാണ്. പക്ഷേ ഷാനിമോൾ ഉസ്മാന് പകരമായി അൻവർ സാദത്തിൻ്റെ പേര്, 4ാം തവണയാണ് അൻവർ സാദത്ത് വിജയിക്കുന്നത്. 4ാം തവണ വിജയിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ്, MLAയിൽ സീനിയോറിറ്റിയുള്ള നേതാവ് അൻവർ സാദത്താണ്. ഷാനിമോൾ ഉസ്മാൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ്. സീനിയോറിറ്റി എല്ലാം ഉള്ളതാണ്. ന്യായമായും ലഭിക്കേണ്ട ആൾ തന്നെയാണ്. പക്ഷേ മറിച്ച് ഒരു മെറിറ്റാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. അത് അൻവർ സാദത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ 2 പേരിൽ ഒരാളെ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അത് ആര് എന്നുള്ള ചോദ്യം വരും. അവിടെ ഷാനിമോൾക്കാണോ അൻവർ സാദത്തിനാണോ നറുക്ക് വീഴുന്നതെന്നുള്ള വിഷയം വരുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് വന്നാലും അതേ ചോദ്യം തന്നെയാണ് വരുന്നത്. എന്തായാലും സണ്ണി ജോസഫ് മന്ത്രിസ്ഥാനത്ത്, KPC അധ്യക്ഷനാണ്, അദ്ദേഹം മന്ത്രിസ്ഥാനത്തെത്തി. അദ്ദേഹം RC വിഭാഗത്തിൽപ്പെടുന്ന ആളായതുകൊണ്ട് വീണ്ടും ഒരു RC വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കുക പ്രയാസമാണ്. റോജി M. ജോണിന് തടസ്സമാകുന്നത് അവിടെയാണ്. അല്ലെങ്കിൽ റോജി M. ജോണിൻ്റെ പേര് സ്വാഭാവികമായും അവിടെ കടന്നു വരേണ്ട ഒരു പേരാണ്. മറ്റൊന്ന് മാത്യു കുഴൽനാടൻ്റെ പേരും ചാണ്ടി ഉമ്മൻ്റെ പേരുമാണ്. ചാണ്ടി ഉമ്മൻ്റെ പേര് ഏകദേശം ഉറച്ചതായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ ആ ഉറപ്പ് അവസാന റൗണ്ടിൽ വരുമ്പോഴില്ല. മാത്യു കുഴൽനാടനെയും കഴിഞ്ഞ LDF മന്ത്രിസഭയെ ആകമാനവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിൻ്റെ ലെഫ്റ്റനൻ്റായി നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ CPMനെതിരെ ആക്രമണം നടത്തുകയും CPMൻ്റെ സൈബർ ആക്രമണവും പോലീസിൻ്റെ അടക്കം ആ തരത്തിലേക്കുള്ള കേസുകളും അടക്കം നേരിടേണ്ടി വന്ന ഒരാളാണ്. ആ തരത്തിൽ ഹൈക്കമാൻഡിന് കൂടി താല്പര്യമുള്ള ആളാണ്. മാത്യു കുഴൽനാടൻ്റെ പേര് KC പക്ഷം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെയാണ് KC പക്ഷം ചാണ്ടി ഉമ്മൻ്റെ പേര് മുന്നോട്ട് വെക്കുന്നത്. ഇവരെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയ ഒരു മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ഇതിൽ 1-2 പേരുടെ പേരുകളൊക്കെ ഒഴിവാക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത്, സിദ്ദിഖ്, ഇതിൽ 3 പേരും മെറിറ്റുള്ളവരാണ്, അംഗീകരിക്കേണ്ടവരാണ്. 3 പേരും 3 പേരുടെ ഒരാൾ KC പക്ഷത്താണ്. ഷാനിമോൾ നിൽക്കുന്നത് VD സതീശൻ്റെ കൂടെയാണെങ്കിൽ സിദ്ദിഖ് KC പക്ഷത്തേക്ക്, അൻവർ സാദത്ത് രമേശ് ചെന്നിത്തല പക്ഷത്തേക്ക് ആളുകളാണ്. ഈ പക്ഷവും അതിനൊപ്പം തന്നെ ഇവർക്ക് മെറിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അതിലൊരു തീരുമാനമെടുക്കണം.
അതിൻ്റെ തീരുമാനം എസ് ടി വിഭാഗത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ഇനി ഐ സി ബാലകൃഷ്ണൻ തന്നെയാണ്. അത് കെ തുളസിയുടെ പേര് വെച്ചു. എസ് സി വിഭാഗത്തിൽ നിന്നും അതോടൊപ്പം തന്നെ സ്ത്രീ എന്ന പരിഗണന നൽകാം. അങ്ങനെ ആ കോട്ട തയ്ക്കാം എന്നുള്ള തരത്തിൽ ആ പേര് കൂടി പരിഗണനയിലുണ്ട്. പക്ഷേ അതും ഇപ്പോൾ സജീവ പരിഗണനയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയൂ. അങ്ങനെയുള്ള ചില തെരഞ്ഞെടുപ്പുകൾ ഈ ഒരു 3-4 മന്ത്രിസ്ഥാനങ്ങളിൽ ആ തെരഞ്ഞെടുപ്പിന് അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ തീരുമാനം ആയ ശേഷം മാത്രമേ കോൺഗ്രസിന് അവരുടെ പട്ടിക അന്തിമമാക്കി ഹൈക്കമാൻഡിന് അയക്കാൻ കഴിയൂ. കിരൺ, ഇതിൽ ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ വരുന്നത്, വ്യക്തമായ ചിത്രമുള്ളത്. 5 മന്ത്രിമാർ ആ ലിസ്റ്റ് വി ഡി സതീശന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ വി അബ്ദുൾ ഗഫൂർ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുമ്പോൾ കോഴിക്കോടിന് പ്രാതിനിധ്യം എന്ന ആവശ്യം നടപ്പാകുന്നില്ല എന്നൊരു സാഹചര്യമാണ് ലീഗിന്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും പുനരാലോചനകൾ വേണ്ടിവരുന്ന സാഹചര്യമുണ്ടോ? ജയന്തിനെയൊക്കെ ആദ്യഘട്ടത്തിൽ കോഴിക്കോടിന്റെ പ്രാതിനിധ്യം എന്ന നിലയിൽ പരിഗണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരുത്ത് ലീഗിന്റെ ലിസ്റ്റ് അന്തിമമാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടി വരുന്നുണ്ടോ? മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ തീരുമാനമാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും മാറ്റങ്ങൾ വേണ്ടി വരുന്നുണ്ടോ? പ്രധാനപ്പെട്ട നേതാക്കളുടെ ചില കടുംപിടുത്തങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നു. അതിലൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്, മറ്റൊന്ന് കെ മുരളീധരന് ആരോഗ്യ വകുപ്പ് സംബന്ധിച്ച് ചില അതൃപ്തി ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ്ടും പുനരാലോചന, വകുപ്പ് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് വേണമെങ്കിലും ആക്കാമെങ്കിൽ പോലും ആ കാര്യങ്ങളിലൊക്കെ പുനരാലോചന വേണ്ടി വരുന്നുണ്ടോ? രേണുക, അവിടെയും പുനരാലോചന വേണ്ടിവരുന്നുണ്ട്. വേണ്ടിവരുന്നു എന്നല്ല, പുനരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സമുദായ സമവാക്യം എന്ന് പറയുമ്പോൾ കൃത്യം ഇന്ന എണ്ണം എന്നല്ല, ചില 1-2 മുകളിലോട്ടും താഴ്ത്തുന്നതാക്കാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തിൽ നിന്ന് തന്നെ മഹാഭൂരിപക്ഷം പേരെയും എടുക്കാൻ കഴിയില്ല. തിരുവഞ്ചൂരിൻ്റെ വിഷയമൊക്കെ അവിടെയാണ് വരുന്നത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ഈ 3 പേരെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഈ 3 പേരുകൾ ഇനി രണ്ടാമതൊരു ആലോചനയില്ല. പിന്നീട് നായർ സമുദായത്തിൽ നിന്ന് ഉൾപ്പെടുത്താൻ കഴിയുന്നത് പരമാവധി പോയാൽ 2 പേരുകൾ കൂടിയാണ്. മുഖ്യമന്ത്രി അടക്കം 5 പേരിൽ കൂടുതൽ, 21 ആകെ 12 മുഖ്യമന്ത്രി അടക്കം 12 പേരുള്ളതിൽ 5 പേരിൽ കൂടുതൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി നൽകുക പ്രായോഗികമല്ല. സ്വാഭാവികമായും മറ്റു വിഭാഗങ്ങളെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വരുന്ന പിന്നീടുള്ള പ്രധാനപ്പെട്ട പേരുകളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേരുണ്ട്, പി സി വിഷ്ണുനാഥിൻ്റെ പേരുണ്ട്, വി ടി ബൽറാമിൻ്റെ പേര് വി ഡി സതീശനും മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഇതിൽ ഒരാളുടെ പേര് എന്തായാലും ഒഴിവാക്കിയേ മതിയാവൂ. സ്പീക്കർ സ്ഥാനത്തേക്കാണ് തിരുവഞ്ചൂരിനെ പരിഗണിക്കാൻ അദ്ദേഹവുമായി ആദ്യം അദ്ദേഹം അതിന് സമ്മതമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഈ അരസമ്മതം എന്നൊക്കെ ഒരു മട്ടിൽ അദ്ദേഹം നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് സ്പീക്കർ പദവിയിലേക്ക് മറ്റൊരാൾ വരണം എന്നുള്ള ചർച്ചകളൊക്കെ വീണ്ടും ഉയർന്നത്. എന്തായാലും അതിൽ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കാതെ ഈ വി ടി ബൽറാമിനെ ഉൾപ്പെടുത്താൻ തൽക്കാലം കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് ഒരാളെയും പുറത്തു പോകേണ്ട അവസ്ഥ വരും. സ്പീക്കർ പദവി മറ്റ് എൻ ശക്തന് കൊടുത്ത് പ്രശ്നം പരിഹരിക്കുക. നാടാർ വിഭാഗത്തിൻ്റെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിന് വിജയം കിട്ടിയതാണ്. അപ്പോൾ എൻ ശക്തനെ പരിഗണിക്കണം. അങ്ങനെ വരുമ്പോൾ എൻ ശക്തനെ മന്ത്രിസഭയിൽ കൊണ്ടുവരണോ അതോ സ്പീക്കർ സ്ഥാനത്തേക്കാണ് പരിഗണിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും മാറി മന്ത്രിസ്ഥാനത്തേക്ക് വരും. അങ്ങനെ തിരുവഞ്ചൂർ മന്ത്രിസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൽറാമിൻ്റെ സാധ്യത 2 സ്ഥലത്തു നിന്നും ഒരേപോലെ ഇല്ലാതായിത്തീരുന്ന ഒരു അവസ്ഥ വരും. അത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലായിടത്തും ഈ ഓരോ സീറ്റുകൾ വീതം പരിഹരിക്കാനുണ്ട്. അത് ഈ വിഭാഗങ്ങൾ ആരാ എന്നതൊക്കെ പ്രധാനമാണ്. മെറിറ്റ് എന്നതിനൊപ്പം തന്നെ അത്യാവശ്യം സാമുദായിക പരിഗണന കൂടി പരിഗണിക്കേണ്ടി വരും. ഇന്നിപ്പോൾ 3ാമതൊരു പ്രശ്നം കൂടി ഉയർന്നിരിക്കുന്നത് നേരത്തെ ചോദിച്ച രേണുക ചോദിച്ച ജയന്തിൻ്റെ വിഷയം കൂടി വരും. അതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, ഈഴവ വിഭാഗത്തിൽ നിന്ന് 3 പേർ എന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടാക്കിയിരുന്ന ധാരണ. അങ്ങനെ 3 പേർ, തിരുവിതാംകൂറിൽ നിന്നുള്ള 2 പേർ, പ്രധാനപ്പെട്ട 2 പേർ ബിന്ദു കൃഷ്ണയും എം ലിജുവും, അവരെ ഈഴവ പ്രാതിനിധ്യം എന്ന നിലയ്ക്കല്ല, അവർ 2 പേരും മന്ത്രിസഭയിലേക്ക് വരേണ്ടവർ തന്നെയാണ്. പക്ഷേ ഈ വിഭാഗത്തിൽ പെടുത്താവുന്ന 2 പേരാണ്. പിന്നീട് ഒരാളെ വരേണ്ടത് മലബാറിൽ നിന്നാണ്. മലബാറിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും വരുന്നത് എറണാകുളത്തിന് തെക്ക് നിന്നാണ്. വടക്കോട്ടുള്ള പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം കുറവാണ്. അത് സണ്ണി ജോസഫോ എ പി അൽകുമാറിലോ ഒക്കെ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മലബാറിൽ നിന്ന് ഈഴവ വിഭാഗത്തിൽ നിന്ന് പറഞ്ഞാൽ 2 പ്രധാന നേതാക്കളുടെ പേരാണ് പരിഗണനയിലുണ്ടായിരുന്നത്. ഒന്ന് സുമേഷ് അച്യുതനാണ്, മുൻ MLA ആയിരുന്ന, ചിറ്റൂർ MLA ആയിരുന്ന അച്യുതൻ്റെ മകൻ സുമേഷ് അച്യുതൻ. 2 കെ ജയന്ത്. കെ ജയന്തിൻ്റെയും സുമേഷ് അച്യുതൻ്റെയും പ്രത്യേകത ഈ 2 സ്ഥലത്തു നിന്നും കോൺഗ്രസിന് മന്ത്രിമാരില്ല എന്നുള്ളതാണ്. ബൽറാം വരികയാണെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഇനി ഒരു പരിഗണനയിലേക്ക് വീണ്ടും ഒരാളെ കൂടി കൊടുക്കാനുള്ള പരിഗണനയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ശിവഗിരിയിൽ ചെന്നപ്പോൾ ശിവഗിരിയിലെ മഠാധിപതിയൊക്കെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം, അത് 2-ൽ ഒതുക്കരുത്. 5ഉം 6ഉം ഒക്കെ LDF നിൽക്കുമ്പോൾ നൽകുന്നതാണ്, അവിടെ നിന്ന് 2-ലേക്ക് ഒതുക്കരുത്. അതിന് ഒരാൾ കൂടി, മലബാറിൽ ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ഒരാൾ കൂടി പ്രാതിനിധ്യം കൊടുക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ഈ 2 പേരുകളിലേക്ക് വരും. ആ 2 പേരുകളിൽ ആര് വേണം എന്നുള്ള തീരുമാനം, 2 പേരും
ഇപ്പോൾ നിലവിൽ കെ സി വേണുഗോപാൽ പക്ഷത്ത് തന്നെ നിൽക്കുന്ന ആളാണ് ഈ രണ്ടുപേരും. അത് സുമേഷ് അച്യുതനായാലും ഈ ജയന്തായാലും രണ്ടുപേരും നിൽക്കുന്നുണ്ട്. കോഴിക്കോടിനും പാലക്കാടിനും സംബന്ധിച്ച് നിലവിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ പാലക്കാട് നിന്ന് ബൽറാമിൻ്റെ പേര് പരിഗണനയിലുണ്ട്, കെ എ തുളസിയുടെ പേര് പരിഗണനയിലുണ്ട്. കെ എ തുളസിയോ ബൽറാമോ വരികയാണെങ്കിൽ സുമേഷ് അച്യുതൻ്റെ പേരിന് പ്രാധാന്യം കുറയുകയും ജയന്തിൻ്റെ പേരിന് പ്രാധാന്യം വരികയും ചെയ്യും. ഇങ്ങനെ പരിഗണിക്കണമെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സമവാക്യത്തിൽ ആഡ് ചെയ്ത് ഒരാളെ കൂടി കൂട്ടിച്ചേർക്കാൻ തീരുമാനിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത്തരമൊരു ആഡിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ ഏറ്റവും അവസാന നിമിഷം വരുമ്പോൾ പാലിക്കേണ്ട ചില കോൺഗ്രസ് പാലിച്ചുകൊണ്ടിരിക്കുന്ന ചില സാമുദായിക സമവാക്യങ്ങൾ അത് വല്ലാതെ അങ്ങ് തെറ്റിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ചെറിയ രീതിയിലൊക്കെ അത് കൂടി മാനിക്കേണ്ടി വരും. അപ്പോൾ ആ ചർച്ചകളാണ് ഇനി അന്തിമ സമയത്ത് തീരുമാനം ഉണ്ടാവേണ്ടത്. അതിൽ തീരുമാനം ഈ മൂന്ന് നേതാക്കൾ കൂടി ഒരുമിച്ചിരുന്നാൽ, അല്ലെങ്കിൽ KPCC അധ്യക്ഷനൊപ്പം കെ സി വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചിരുന്ന് അങ്ങനെ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നേതാക്കളൊക്കെയും നിൽക്കുന്നത്. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അന്തിമ തീരുമാനത്തിനായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.